എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ മൂവിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അത് ആ സീനുകൾ കണ്ടിട്ടാണോ അതോ ഇത്രയും വർഷം ശേഷം ഈ ആദ്യമായിട്ട് അഭിനയിച്ച ആ സിനിമ കണ്ടിട്ടാണോ? അല്ല, എനിക്ക് ഇമോഷണലി ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവളെപ്പോഴും ഷീ സ്റ്റിൽ അലൈവ്. അതിപ്പം 1957 കാലഘട്ടത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ ഈ ഒരു കാലഘട്ടത്തിലും അതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് ഒന്ന് ഇതാക്കുന്ന രീതിയിൽ ഇതാവുന്നുണ്ട്. അന്ന് തിയേറ്ററിൽ കണ്ടിരുന്നോ ഈ സിനിമ? മീൻസ് അന്ന് സിനിമ റിലീസായ ഡെഫിനറ്റ്ലി കാണാണ്ടിരിക്കുമോ? 2009 കല്ലുമാണിക്കം റിലീസായത്. അന്ന് എന്തായാലും കണ്ടിരുന്നു ഈ ചിത്രം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? മമ്മൂക്ക വിളിച്ചിട്ടില്ല, പക്ഷെ മമ്മൂക്കനെ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും മമ്മൂക്കയുടെ ഓരോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇപ്പോഴും ആ ഒരു ബോൾഡ് പെർഫോമൻസ് കാണുമ്പോൾ ഇപ്പോഴും ഒരു ആവേശമാണ്. മമ്മൂക്കയ്ക്ക് എന്തായാലും ഒരു മെസ്സേജ് അയക്കും കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഡെഫിനറ്റ്ലി ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇപ്പോൾ ആ മുഹൂർത്തങ്ങളൊക്കെ മനസ്സിലേക്ക് കൂടി വന്നു ഓടി വരുന്നുണ്ട്. ഓരോ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട്, ഇതായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. ഇതെനിക്കൊരു 4-5 ടേക്ക് എടുത്തു എന്നൊക്കെ ഓരോന്നും പറയുമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എന്തായാലും 2009 ചേച്ചി വന്നിട്ടില്ല. നമ്മുടെ തോണിയിൽ കൊണ്ടുപോകുന്ന സീനുകൾ ആ വെള്ളത്തിൽ അതൊക്കെ എങ്ങനെയാണ്? വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഷോട്ട്. അതാണ് ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണ്. ഒരേ ടൈമിങ്ങിൽ അവളുടെ വരുന്ന കല്യാണത്തിൻ്റെയും വിവാഹത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള അത്രയും ദൂരം, അതാണ് ആ ജീവിതം കാണിക്കുന്നത്. 1957 കേരളപ്പിറവി, കേരളം പിറന്ന കാലഘട്ടം. ഇത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി കേരളത്തിൽ അധികാരമേറ്റ ടൈമാണ് 1957 അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീ പീഡന പ്രചാരണത്തിൻ്റെതാണ്. എനിക്കെപ്പോഴും അത് കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഷീ ഈസ് സ്റ്റിൽ അലൈവ്. താങ്ക് യു. പ്രൊജക്റ്റ് പെട്ടെന്നുണ്ടാവുമോ? പുതിയ പ്രൊജക്റ്റ് വരട്ടെ, നല്ല പ്രൊജക്ട്സ് വരട്ടെ. വരുന്നുണ്ടോ? അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നല്ലൊരു പ്രൊജക്റ്റ് വന്നാൽ എന്തായാലും ചെയ്യും. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞാനും. സിനിമ 4K വന്നപ്പോൾ ഏതെങ്കിലും സീൻ കട്ട് ചെയ്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല, കട്ട് ചെയ്ത് കളഞ്ഞതായിട്ട് തോന്നിയില്ല. ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചതായിട്ട് തന്നെയായിരിക്കും എൻ്റെ ഓർമ്മയിൽ കാണുന്നത്. ഇങ്ങനെയൊരു റീ റിലീസ് വരുന്ന പ്രതീക്ഷ അൺഎക്സ്പെക്റ്റഡ്. ഭയങ്കര സന്തോഷമുണ്ട്. അറിയിച്ചിരുന്നു അങ്ങനെ റീ റിലീസ് റിലീസ് ഉണ്ടെന്ന്. കാരണം എനിക്ക് തോന്നുന്നൊരു 1 week ബാക്ക്, 2 weeks ബാക്ക് ആയിരുന്നു ആദ്യം പറഞ്ഞത് റിലീസ്. പിന്നെയാണ് 4th week മാറിയത്. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴും ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് കാവേരി മാണിക്യം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ക്ലാസിക്സ്. ഇതിപ്പോൾ ഓരോ കഥാപാത്രത്തെയും കാണിക്കുമ്പോൾ ഭയങ്കര കയ്യടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൺവിൻസ് സ്റ്റാറിനെ കാണിച്ചപ്പോഴേ ഭയങ്കരമായിട്ട് അതെ 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 ഷീ ഡിസേർവ്സ്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഡിസേർവ് ചെയ്യുന്നുണ്ട്. മമ്മൂക്കിക്ക് അവാർഡ് കിട്ടിയല്ലോ, എന്നാലും മമ്മൂക്കിനെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫീല്? എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഇപ്പോഴും
എനിക്ക് തോന്നുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു മൈഥിലിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ? മൈഥിലി പൊളിയാണല്ലോ. മൈഥിലി തിയേറ്ററിൽ മിസ് ചെയ്തൊരു സിനിമയാണ്, കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ്. ഇപ്പൊ ലാഭമായില്ലേ 4K കാണാൻ പറ്റും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ടി വി പക്ഷേ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. എങ്ങനെ പ്രതീക്ഷിച്ചോ ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല, പക്ഷേ നമ്മൾ ചില സിനിമകൾ വരണമെന്ന്